അമേരിക്കയൊക്കെ പോലെ തന്നെ മൾട്ടി കൾച്ചറൽ രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇപ്പോൾ ബ്രിട്ടൻ അറിയപ്പെടുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമായിട്ട് പല ഭാഷദേശ വംശത്തിലുള്ളവരും ഇന്നിവിടെയുണ്ട്. ഇവരുടെ റെഫ്യൂജി സെറ്റിൽമെന്റ് സ്കീമുകളും വർദ്ധിച്ചു വന്നിരുന്ന പുറം തൊഴിലാളികളുടെ ആവശ്യങ്ങളുമെല്ലാം ഇതിന് കാരണമാണ്. ചിലപ്പോൾ ഇതുപോലെ പുറത്തുനിന്ന് വന്നവരാലും ചില സാഹചര്യങ്ങളിൽ ഇവിടെ തന്നെയുള്ള വംശവെറിയന്മാരായിട്ടുള്ള പലവരുടെയും കാരണത്താലും പലപ്പോഴും വാഗ്വാദങ്ങളും ആക്രമണങ്ങളും എല്ലാം ഇവിടെ കാണാറുണ്ട്. പക്ഷെ ഇതൊന്നും തെല്ലും ബാധിക്കാത്ത ഒരു ഗ്രാമം കാണുകയുണ്ടായി. 12ാം നൂറ്റാണ്ടിൽ പുരാതന നോർമൻ ശൈലിയിൽ പണി കഴിപ്പിച്ച ഒരു പള്ളിയും ഗ്രാമത്തിന് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കുളവും ഒക്കെയായിട്ട് സുന്ദരമായ ഒരു ഗ്രാമം. കാൾഡ്ബെക്ക് എന്നാണ് ഗ്രാമത്തിന്റെ പേര്. പരമ്പരാഗതമായി പശുക്കളും ആടുകളും കോഴികളും ഒക്കെയായിട്ട് കൃഷി ഒരു പ്രധാന വരുമാന മാർഗമായി കൊണ്ടുപോകുന്ന ഒരു ഗ്രാമം. 1700കളിലൊക്കെ വാണിജ്യപരമായി വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു ഗ്രാമമായിരുന്നു ഇത്. അന്നത്തെ കാലത്തെ പ്രധാന വ്യവസായമായിരുന്ന ഒരു മില്ല് പ്രവർത്തിച്ചിരുന്ന അതേ കെട്ടിടത്തിൽ ഇന്ന് ഒരു റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നു. അവിടെ ലഭ്യമാകുന്ന പാലും ബട്ടറും ബ്രെഡും എല്ലാം തുടങ്ങി എന്തിന് ഇറച്ചി വിഭവങ്ങൾ വരെ അവിടെ തനതായി ഉണ്ടാക്കുന്നവ. ചുരുക്കി പറഞ്ഞാൽ ഗ്രാമവാസികളാൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവർ തന്നെ കച്ചവടം ചെയ്യുന്ന ഒരിടം. ആൻഡ് ദ ക്വാളിറ്റി ആൻഡ് ഫ്രഷ്നെസ് അറ്റ് ഇറ്റ്സ് പീക്ക്. ജലചക്രത്തിന്റെ സഹായത്താൽ വൈദ്യുതി ഉണ്ടാക്കുകയും അതിനാൽ പ്രവർത്തിപ്പിച്ചിരുന്ന ഒരു മില്ലുമായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. 90കളിൽ ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ടാണ് മില്ലിന് കേടുപാടുകൾ സംഭവിക്കുകയും പിന്നീട് അതൊരു റെസ്റ്റോറന്റായി പുനർജനിക്കുകയും ചെയ്തത്. ഗ്രാമവാസികളുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിൽ ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് ഇവരുടെ കൃഷിരീതികളോടോ പഴഞ്ചൻ ആശയങ്ങളോടോ താല്പര്യമില്ലാതെ അവർ വലിയ നഗരങ്ങൾ തേടിയും രാജ്യങ്ങൾ തേടിയും പോകുകയാണെന്ന് നീരസം പറയുകയുണ്ടായി. ഗ്രാമത്തിന് ഒരുപാട് പഴമയുണ്ടായിരുന്നെങ്കിലും ഇവർ നമ്മളോട് ഇടപഴകുന്ന രീതി എനിക്കൊരു പുതുമയായിരുന്നു. മറ്റൊരു രേഖപ്പെടുത്തലുമായി വീണ്ടും എത്താം.